സമൂഹത്തിൽ അവശതയനുഭവിക്കുന്ന കുടുംബങ്ങളെ ചേർത്തുപിടിച്ച് പത്രദൃശ്യ മാധ്യമ പ്രവർത്തക കൂട്ടായ്മയായ ചെറുവത്തൂർ പ്രസ് ക്ലബ്ബ് മാധ്യമപ്രവർത്തകർക്കൊപ്പം ഓണാഘോഷ ഭാഗമായി ചെറുവത്തൂരിലെയും പരിസര പ്രദേശങ്ങളിലെയും അർഹരായ കുടുംബങ്ങളെ കണ്ടെത്തി ഓണക്കിറ്റ് വിതരണം ചെയ്തു. Bindu Jewelry. It's a promise of lifetime. ചെറുവത്തൂരിൽ നടന്ന ഓണാഘോഷവും ഭക്ഷ്യക്കിറ്റ് വിതരണോദ്ഘാടനവും ചെറുവത്തൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി നാരായണൻ നിർവഹിച്ചു. ചെറുവത്തൂർ പ്രസ് ക്ലബ്ബ് പ്രസിഡന്റ് ടി രാജൻ അധ്യക്ഷത വഹിച്ചു. സെക്രട്ടറി ദിജേഷ് പട്ടോട്, ജോയിന്റ് സെക്രട്ടറി പ്രസന്നൻ കാരിയിൽ, ട്രഷറർ രജീഷ് കുളങ്ങര, ഉറുമീസ് തൃക്കരിപ്പൂർ, ബാലചന്ദ്രൻ എരവിൽ, ജാബിർ ഹുദവി എന്നിവർ സംസാരിച്ചു. ഓണാഘോഷത്തിന്റെ ഭാഗമായിട്ടുള്ള ചടങ്ങുകൾ, ആഘോഷ പരിപാടികൾ, ഓണസദ്യ അങ്ങനെയൊക്കെ ആയിട്ട് നമ്മുടെ നാട്ടിൽ കുറേ ദിവസങ്ങളായിട്ട് ഓണാഘോഷ പരിപാടികൾ നടക്കുന്നുണ്ട്. വലിയ ചെലവേറ്റെടുത്തുകൊണ്ടുള്ള വള്ളംകളി മത്സരം ഉൾപ്പെടെയുള്ള കാര്യങ്ങളൊക്കെ തന്നെ നമ്മുടെയൊക്കെ പ്രദേശങ്ങളിലും ഈ അടുത്ത കാലത്തായി വളരെ സജീവമായി തന്നെ നടക്കുകയാണ്. ആ ഒരു ഘട്ടത്തിൽ ആഘോഷ പരിപാടികൾ ഇങ്ങനെ നടക്കുമ്പോൾ ഇവിടെ സൂചിപ്പിച്ചതുപോലെ രാജ്യ മാത്രമല്ല സാർവദേശീയമായി തന്നെ വേണമെങ്കിൽ ഓണാഘോഷത്തെ കുറിച്ച് പറയാം. ഓണാഘോഷം ലോകത്തിന്റെ എല്ലാ ഭാഗത്തും ഓണാഘോഷം, ലോകത്തിന്റെ എല്ലാ ഭാഗത്തും മലയാളികളുണ്ട്. ലോകത്തിന്റെ എല്ലാ ഭാഗത്തും മലയാളികളുണ്ട്. സ്വാഭാവിക മലയാളികളിടത്തെല്ലാം ഓണാഘോഷം നടക്കുന്നത് നമുക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. ലോകത്തിന്റെ എല്ലാ ഭാഗത്തും നടക്കുന്ന ഒരു ഉത്സവ നിലയിൽ ഓണത്തിന് ആ രീതിയിലെ പ്രത്യേകത പ്രാധാന്യം വർദ്ധിച്ചു വരുന്ന ഒരു കാലത്താണ്. വലിയ രീതിയിൽ നമുക്കറിയുന്നതിലിപ്പോൾ പരമാലത്ത് ക്ലബിന്റെ ഭാഗമായിട്ട് പല സംഘടന സാംസ്കാരിക സ്ഥാപനങ്ങളൊക്കെ തന്നെ ഓണാഘോഷ പരിപാടികൾ നല്ല വിജയകരമായിട്ട് നടത്തുന്ന അവസ്ഥയിൽ അതിന് വ്യത്യസ്തമായൊരു കാര്യമാണ് ഇപ്പോൾ നമ്മൾ ഏറ്റെടുക്കുന്നത്. ആഘോഷ പരിപാടികൾക്കൊപ്പം തന്നെ ഓണം ആഘോഷിക്കുമ്പോൾ ഇപ്പോൾ രാവിലെ പഞ്ചായത്തിന്റെ ഭാഗമായിട്ട് നമ്മൾ ഒരു 1075 ജനകീയ പഞ്ചായത്ത് പാലിയേറ്റീവ് ജനകീയ സമിതിയുടെ നേതൃത്വത്തിൽ ഒരു 77ഓളം കുടുംബങ്ങൾ നമ്മുടെ പാലിയേറ്റീവ് രോഗികളായിട്ട്, കിടപ്പ് രോഗികളായിട്ട് ഏറ്റവും പ്രയാസം അനുഭവിക്കുന്ന 300-ലേറെ കിടപ്പ് രോഗികളുണ്ട്. നമ്മുടെ സംഘടനാ അംഗങ്ങൾക്ക് മാത്രമല്ല മറ്റ് പൊതുവില് നമ്മുടെ നാട്ടില് ഒരുപാട് ആളുകൾക്ക് നമുക്ക് കൊടുക്കാൻ കഴിയില്ല. അതിൽ ഏറ്റവും അർഹതപ്പെട്ട ആളുകൾ, നമ്മുടെ നാട്ടിൽ ഏറ്റവും പ്രയാസം അനുഭവിക്കുന്ന ഏറ്റവും അർഹതപ്പെട്ട ആളുകളെ കണ്ടെത്തിക്കൊണ്ട് അവർക്ക് ഈ സഹായം എത്തിച്ചു കൊടുക്കാനാണ് നമ്മളിപ്പോൾ ലക്ഷ്യം വെച്ചിട്ടുള്ളത്. ആ നിലയ്ക്ക് ഒരു കാര്യം കൂടെ ശ്രദ്ധിക്കുന്നതിനാണ് പഞ്ചായത്തിന്റെ ഭാഗമായി നമ്മൾ പുറത്തെടുത്തില്ലേ, അതൊന്ന് ഒഴിവാക്കി വേറെ ഒരു കുടുംബത്തെ കണ്ടെത്തുന്നത് കുറച്ചുകൂടാണ്. കാരണം ഇപ്പോൾ ഒരു കുടുംബത്തിന് കൊടുത്തത് വലിയ മോശമല്ല. അവർ തന്നെ കിട്ടുന്നതിനേക്കാളും മറ്റൊരു കുടുംബത്തെ കണ്ടെത്തിക്കൊണ്ട് പിന്നെ ഈ സഹായം എത്തിച്ചാൽ അവർക്ക് കൂടി ഓണം പ്രയാസമില്ലാതെ ഉണ്ടാകാൻ വേണ്ടി കഴിയുന്ന നല്ല ഒരു തീരുമാനം തന്നെയാണ്. തുടർന്ന് ചെറുവത്തൂർ പ്രസ് ക്ലബ്ബ് അംഗങ്ങൾ അർഹരായവരുടെ വീടുകളിൽ ഭക്ഷ്യക്കിറ്റുകൾ എത്തിച്ചു നൽകി. ന്യൂസ് ബ്യൂറോ, തൃക്കരിപ്പൂർ.